നമസ്കാരം ചേട്ടാ. നമസ്തേ. എവിടുന്ന് വരുവോ? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് ഇപ്പം ഞങ്ങൾ കോവളത്ത് താമസിക്കുന്നു. കോവളത്ത് താമസിക്കുന്നേ. എത്ര മക്കളുണ്ട്? 2 പേര്. 2 മക്കള്. ആരൊക്കെയാ? മകനും മകളുമാണ്. മകനും മകളുവാ. ഈ കോവളത്തുനിന്ന് ഇടമനക്കാവി വരാനുള്ള കാരണം എങ്ങനെയാണ് ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞത്? അനുജത്തി യൂട്യൂബിലൂടെ കണ്ട് പറഞ്ഞു. അനിയത്തി? ആരുടെ അനിയത്തി? ഇദ്ദേഹത്തിൻ്റെ അനിയത്തി? വൈഫിൻ്റെ അനിയത്തിയോ? വൈഫിൻ്റെ യൂട്യൂബിൽ കൂടെ കണ്ടിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇടമനക്കാവി വന്നത്. എത്ര നാളായി ഇടമനക്കാവിൽ എത്തിയിട്ട്? 5 മാസമായി ഇടമനക്കാവി എത്തിയിട്ട്. ആദ്യമായിട്ട് 5 മാസങ്ങൾക്ക് മുമ്പാണ് എത്തിയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇടമനക്കാവിലേക്ക് വരണമെന്ന് തോന്നിയത്? അവിടെ തിരുവനന്തപുരത്തൊന്നും ക്ഷേത്രമില്ലായിരുന്നു. അല്ല, ഇവിടെ വിശ്വാസം കൊണ്ട് വന്നതാ. എന്തിനു വേണ്ടി വന്നത്? എന്തിനു കാര്യം ഉണ്ടായിരുന്നോ? 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത്. എന്തൊക്കെയായിരുന്നു 2 കാര്യങ്ങൾ? ഒന്ന്, മകളുടെ ഒരു ജോലിക്കാര്യമാണ്. മകൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ എന്താ? മകന്റെ വിവാഹകാര്യം. 2 മകന്റെ വിവാഹം. അപ്പോൾ 2 കാര്യങ്ങൾ വേണ്ടി 2 കാര്യങ്ങളാണ് ഭഗവാന് മുമ്പിൽ സമർപ്പിച്ചത്. ഈ 2 കാര്യങ്ങൾ സമർപ്പിച്ചിട്ട് എന്ത് ഇത് വരണമെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല, രണ്ടും നടന്നു. ആദ്യം ആറേ നടന്നേ? മൂന്നാമത്തെ പ്രദോഷം തിരുമേനി പറഞ്ഞ അനുസരിച്ച് 3ാമത്തെ പ്രദോഷം കഴിഞ്ഞപ്പോൾ തന്നെ മകൾക്ക് ജോലിയായി. അതിവിടെ വന്ന് പറഞ്ഞിരുന്നു. ഭക്തനെ ഞങ്ങളെ അറിയിച്ചിരുന്നു, ഭഗവാനെ അറിയിച്ചിരുന്നു, എന്നെ അറിയിച്ചിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഇന്ന് സന്തോഷമായിട്ട് വന്നെയാണോ? അത് കഴിഞ്ഞ് അടുത്ത പ്രദോഷമാകുമ്പോൾ മകന്റെ വിവാഹം ഉറച്ചു. 4ാമത്തെ പ്രദോഷമായി മകന്റെ വിവാഹമായി. അത് പറയാൻ വന്നതാ. ഈ മാസം 31-ന്. ശരി. എന്താ ഭഗവാനോട് പറയാനുള്ള? വിശ്വാസമുണ്ടോ ഭഗവാനെ? വിശ്വാസം മാത്രമേ ഉള്ളൂ. ഭഗവാനെ തേടിയിരുന്ന അപാലവൃന്ദ ഭക്തജനങ്ങളുണ്ട്. ഒരു സ്ഥലത്തു നിന്നല്ല, ഈ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും, അതായത് വീടുനാടുകളിൽ നിന്ന് പോലും ഇവിടെ എത്താതെ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ അറിയുകയും ഭഗവാനെ സ്മരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും കടം കൊണ്ടും രോഗം കൊണ്ടും പല രീതിയിൽ, അതായത് ജോലി പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് മലയാളികൾ ഉൾപ്പെടെ വെളിരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതം വളരെ കഷ്ടമാണ്. കാരണം അവരൊക്കെ എന്നോട് പേഴ്സണലായിട്ട് ഫോണിൽ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ സംസാരിക്കാറുണ്ട്. പലരും വിങ്ങിപ്പൊട്ടാറുണ്ട്. അത് ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല. കൂടുതലും ആണുങ്ങൾ തന്നെയാണ് അവർ വിങ്ങിപ്പൊട്ട്. കാരണം അവർക്ക് ശമ്പളമില്ല, വീട്ടിൽ അയച്ചു കൊടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ട്, കടം, ഇതൊക്കെ. പക്ഷേ അവർക്കൊക്കെ ഇന്ന് താങ്ങും തണലുമാണ് സ്വാമി. അവരൊക്കെ പറയുന്നത് ഈ ഗ്രൂപ്പിലേക്ക് വന്നതിൽ പിന്നെ അവർ അമ്പലത്തിൽ വന്നിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല, ഇങ്ങനെ ക്ഷേത്രം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഈ ഒരു മാധ്യമം വഴിയാണ് ഇവരൊക്കെ ഇടമനക്കാവിനെ പറ്റി അറിഞ്ഞത്. പക്ഷേ അവരവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നറിയുന്നതിനേക്കായി വളരെ ഭംഗിയായിട്ട് അറിയുന്നു. കാരണം അവർ എന്തും ചെയ്യാൻ ഭഗവാന്റെ കാര്യം പറയുമ്പോഴേ ആദ്യം പറയുന്ന ഗൾഫീതുകാരായിരിക്കും. മാലയാർത്താൽ ഇന്ന് ചെയ്തോളാം ഇങ്ങോട്ട് പറയുന്ന ആൾക്കാർ അത്രയേറെ ഭഗവാനോട് അടുത്ത ആൾക്കാരാണ്. തീർച്ചയായിട്ടും അവരോടൊക്കെ എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? അതായത് ഭഗവാനെ തേടിയെത്തുന്ന, വിശ്വസിച്ച് ഭഗവാനെ തേടിയെത്തുന്ന ആൾക്കാരോട് അങ്ങയുടെ അനുഭവം വെച്ചിട്ട് എന്താ പറയാനുള്ളത്? എൻ്റെ അനുഭവം വെച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. നടക്കില്ല എന്ന് വിചാരിക്കുന്ന സർവ്വ കാര്യങ്ങളും നടക്കും. ഉറപ്പാണോ? മനസ്സിൽ തട്ടിയാണോ അദ്ദേഹം പറയണേ? യാതൊരു സംശയമില്ലാണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ തിരുമേനി പറഞ്ഞില്ല, തിരുമേനിയെ വിഷമിപ്പിക്കേണ്ട ഒരു ഇതിട്ട് അല്ല. 100% ഭഗവാനെ നിരാകരിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഭഗവാൻ തരും, അല്ലെങ്കിൽ ഭഗവാൻ രക്ഷപ്പെടുത്തുന്ന ഉറപ്പുണ്ടോ? രക്ഷപ്പെടുത്തും 1000 തവണ. പക്ഷേ പലർക്കും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഭഗവാനെ തേടിയെത്തും, വഴിപാടുകൾ കഴിക്കുകയും പൂജ ചെയ്യും, നാമമൊക്കെ ജീവിക്കും. പക്ഷേ അവനവൻ്റെ കർമ്മങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവനവൻ്റെ കർമ്മങ്ങളാണ് അവർക്ക് ദുഃഖമായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ആ കർമ്മങ്ങൾ ദുഃഖമായിട്ട് വരുമ്പോൾ ആ കർമ്മങ്ങളുടെ കെട്ടുകളെ മൊത്തം കണ്ടിച്ചല്ലെങ്കിൽ പൊട്ടിച്ചു കളഞ്ഞാൽ മാത്രമേ ഈ ജീവന് മുക്താവസ്ഥയെ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കർമ്മങ്ങൾ ഇങ്ങനെ കെട്ടുകളായി കിടക്കുന്നതുകൊണ്ടാണ് ചിലർക്ക് എന്ത് ചെയ്യുന്നത്? താമസം വരുന്നത്. ചിലപ്പോൾ 5ഉം 10ഉം പൂജയായിട്ട് ചിലപ്പോൾ നടക്കത്തുള്ളൂ. പക്ഷേ പലരും കാത്തിരിക്കാൻ തയ്യാറല്ല. 1ഓ 2ഓ പൂജയ്ക്ക് വന്നിട്ട് അവിടെ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. യഥാർത്ഥത്തിൽ അവരൊന്നും ഭക്തരല്ല. അവരെ ആർക്കും ആവശ്യമില്ല. അവരെ എനിക്കും ആവശ്യമില്ല, അവരെ ഭഗവാനും ആവശ്യമില്ല. കാരണം അവർ ഭക്തരല്ല. അവരവരുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രം വരുന്നവരാ. യഥാർത്ഥ ഭക്തി എന്ത് ചെയ്യും? അവൻ്റെ ജീവിതത്തിലേക്ക് തേടിയെത്തിയ കാര്യം നടന്നില്ലെങ്കിൽ പോലും ഭഗവാനെ നിരാകരിക്കത്തില്ല. കാരണം അവനെ ആ സമയത്ത് നിലനിർത്തുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണെന്ന ബോധം അവർക്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചാൽ യാതൊരു സംശയവും ഇല്ല. ആ തിരുവടി ഏറ്റെടുത്ത് കഴിഞ്ഞു. പിന്നെ എന്താ താമസം വരുന്നത് ചോദിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങളാണ്. പക്ഷേ അത് ഭഗവാൻ കുറേശ്ശായിട്ട് പൊട്ടിച്ച് എന്ത് ചെയ്യും? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ, എന്ത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ സ്വാമിയെ തേടിയെത്തിയത്, അതിൻ്റെ എല്ലാ പൂർത്തീകരണവും തീർച്ചയായിട്ടും നടത്തി തന്ന ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുതരും. തീർച്ചയായിട്ടും ഒരു കാര്യം ഓർപ്പിക്കുക, ഈ ഇടമനക്കാവിലെത്തിയ ആരും ഇനി ഒരിക്കലും എന്ത് ചെയ്യുക? പുനർജന്മം എന്നൊരവസ്ഥ ഉണ്ടാകില്ല. കാരണം ശിവനെ തേടിയെത്തിയവരാണ്.
പറയുന്നുണ്ട്. ശിവപുരാണത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ശിവനെ നാമം ജപിക്കുന്നവരും ശിവക്ഷേത്രത്തിൽ പോകുന്നവരും ശിവനെ വിശ്വസിക്കുന്ന ഭക്തരും ഒരിക്കലും എന്തു ചെയ്യില്ല, അവരെ കാലം കൂട്ടിക്കൊണ്ടു പോകില്ല. അവർ നേരിട്ട് ശിവപാദം പുൽകുമെന്ന് കാലന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ പുണ്യമുണ്ട്. അതായത് ഇനിയൊരു ജന്മമില്ലാത്തൊരവസ്ഥയിലേക്ക് ഭഗവാനിൽ തന്നെ, അതായത് പറയും ശിലയായി പിറവിയുണ്ടെങ്കിൽ ശിവരൂപമായതിനെ, തീർച്ചയായിട്ടും അതെ, ആ ശിവരൂപമായിട്ട് തന്നെ നിങ്ങളും ഞാനും ഒക്കെ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷമുണ്ട് രാവിലെ സന്തോഷ വാർത്ത കേൾപ്പിച്ചതിൽ. ഇന്ന് പ്രദോഷമായിട്ട് ഭഗവാൻ ഏറ്റവും പ്രസന്നനായിരിക്കുന്ന മുഹൂർത്തത്തിൽ, ഇന്നിപ്പോൾ പ്രദോഷമാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ പ്രദോഷമല്ല, ഇപ്പോഴത്തെ സമർപ്പണങ്ങൾക്കൊന്നും ഫലവും ഇല്ല. ഇപ്പോൾ പ്രദോഷം തുടങ്ങിയിട്ടില്ല. പ്രദോഷം നടക്കുന്നത് വൈകിട്ടാണ്. വൈകിട്ടത്തെ സമർപ്പണത്തിനും വൈകിട്ടത്തെ ദർശനത്തിനുമാണ് പുണ്യം. വൈകിട്ടാണ് ഭഗവാന്, അതായത് അസ്തമയത്തിന് 1.5 മണിക്കൂർ മുമ്പും അസ്തമയത്തിന് 1.5 മണിക്കൂർ ശേഷവുമാണ് ഭഗവാൻ കൈലാസത്തിൽ സർവേശ്വരിയായിരിക്കുന്ന ലോകമാതാവിനോടൊപ്പം ആനന്ദ നൃത്തമാടുന്നതും ദേവിയുടെ സാന്നിധ്യത്തിൽ ഭഗവാന് ശാന്തനാകുന്നതും സമസ്ത ദേവതകളുടെ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്നതുമൊക്കെ ഈ സമയത്ത് തീർച്ചയായിട്ടും എവിടെയാണോ ഭഗവാനെ ആരാധിക്കുന്നതോ അവിടെ ഒക്കെ ഭഗവാന്റെ നിറസാന്നിധ്യം ഉണ്ടാകുകയും ഭക്തൻ്റെ ഓരോ തുള്ളി കണ്ണീരും ഭഗവാൻ ഒപ്പിയെടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് എത്തുന്നവർക്കല്ല, ഭഗവാനെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭജിക്കുന്നവർക്ക് പോലും, കിടപ്പ് രോഗികൾക്ക് പോലും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ആയുസ്സും ആരോഗ്യമൊക്കെ നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. ശിവോഹം. അതിന് കാര്യങ്ങളൊക്കെ നടന്നു എന്ന് വെച്ചിട്ട് പൂജ നിർത്തുവോ? ഉറപ്പായിട്ട് മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ. വലിയ ചിലവൊന്നുമില്ലല്ലോ. നടത്തും. വിശ്വസിക്കുന്നോ ഭഗവാനെ? അപ്പോൾ വരുമല്ലോ, പറ്റുമ്പോഴൊക്കെ വരും. ഭഗവാനെ നിരാകരിക്കത്തില്ല. ഇല്ലെങ്കിൽ കാര്യം നടന്നു കിട്ടി അതിന് എന്തിന് ഇടവനക്കാവി പോകുമെന്ന് വിചാരിക്കുവോ? ഇല്ല, നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ വരും. ഭഗവാനെ പറ്റി പറയുമോ മറ്റുള്ളവരോട്? ഇതുപോലെ വിഷമിക്കുന്ന എല്ലാവരോടും പറയുന്നുണ്ടോ? ഭഗവാൻ നാമം ചൊല്ലുന്നുണ്ടോ?